ഹലോ, ഇന്ന് നമുക്ക് കറണ്ടില്ലാത്ത സമയത്തും എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. കറണ്ടില്ലാത്ത സമയത്ത് നമുക്ക് തേങ്ങ അരക്കാനാവില്ല എന്നൊക്കെ കരുതി നമ്മളിടയ്ക്ക് മടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അതിനായിട്ട് ഞാനിവിടെ വെള്ളരി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് പീസാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു തരിക. അതുപോലെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഈ ഒരു കറി നിങ്ങളിൽ പലരും ഉണ്ടാക്കും, എങ്കിലും ഞാൻ പറയാം. നിങ്ങൾക്കിത് അറിയാമായിരിക്കും. ആദ്യം വെള്ളരി ഒന്ന് കഷ്ണമാക്കി എടുക്കുക. എന്നിട്ട് ദാല് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അത് കുക്കറിലോട്ട് ഇടുക. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെള്ളരിയും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമ്മളിത് കുക്കറിൽ അടച്ച് വയ്ക്കുക. ഒരു 3-4 വിസിലടിയുമ്പോൾ കറി റെഡിയാവും. അതിനിടെ നമുക്ക് മീൻ കട്ട് ചെയ്യാം. ഒരു മീനിന് വേളൂരി എന്നാണ് ഞങ്ങൾ പറയാറ്. നിങ്ങൾ എന്താണ് പറയാറ്? മീൻ ഫ്രൈ ചെയ്യാനാണ് കട്ട് ചെയ്യുന്നത്. മീനൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനിടെ നമുക്ക് ഉപ്പേരിക്കുള്ള കാബേജ് കട്ട് ചെയ്തെടുക്കാം. ഉപ്പേരിക്കുള്ള കാബേജ് കട്ട് ചെയ്തതിന് ശേഷമാണ് കഴുകി എടുക്കുക. അതിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് മുരിങ്ങയില കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതും റെഡിയായി. അതിനിടെ മീൻ നമുക്ക് മസാല പുരട്ടി വെക്കാം. അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് പുരക്കി വയ്ക്കുക. ഉപ്പേരിയിൽ കുറച്ച് തേങ്ങ, വലിയുള്ളി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമ്മൾ വെച്ച കറിയുടെ റെഡി ആയിട്ടുണ്ട്. അതിൽ നമുക്ക് കടുകിട്ട് വറവിടാം. അതിനായിട്ട് ഞാനിവിടെ വറവിടാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം. ഫ്രൈ പാൻ വെച്ച് കുറച്ച് ഓയിൽ പറഞ്ഞ് മീനിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പേരിയും ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് കുറച്ച് ഓയിൽ പറഞ്ഞ് കടുകിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഉപ്പേരി അതിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് അത് ഇളക്കി വേവിക്കുക. മീൻ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാ ഫുഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക.